പോലീസ് പെട്രോൾ തുടങ്ങുന്നു. ക്രിമിനൽ പോലീസുകാരെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ആഭ്യന്തര വകുപ്പ്. ഓരോ ദിവസവും സേനയ്ക്ക് തന്നെ നാണക്കേടായി ഓരോ സംഭവങ്ങളും പുറത്തുവരുന്നു. കാസർഗോഡാണ് ഏറ്റവും ഒടുവിലത്തെ കേസ്. അതിനിടെ കൊല്ലത്ത് പോലീസിന് നേരെ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണവും ഉണ്ടായി. സ്വാഗതം. ക്രിമിനൽ പോലീസുകാർക്കെതിരെ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. കാസർഗോഡ് നിന്നും ഞെട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായത്. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ കടന്നുപിടിച്ച പോലീസുകാരൻ അറസ്റ്റിലായി. ശ്രീകണ്ഠാപുരം സ്വദേശിയും കണ്ണൂർ AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറുമായ പ്രദീപനാണ് പിടിയിലായത്. ഇയാൾക്കെതിരെ മുൻപ് സമാനമായ 2 കേസുകൾ നിലവിലുണ്ട്. വീട്ടിൽ അതിക്രമിച്ചു കയറി യുവതിയെ കടന്നുപിടിച്ചുവെന്നാണ് AR ക്യാമ്പിലെ സിവിൽ പോലീസ് ഓഫീസറായ പ്രദീപിനെതിരായുള്ള പരാതി. യുവതി പ്രതിരോധിക്കുകയും ബഹളം വെക്കുകയും ചെയ്തോടെ ഇയാൾ ഓടി രക്ഷപ്പെട്ടു. പിന്നാലെ യുവതി ഹോസ്ദുർഗ് പോലീസിൽ പരാതി നൽകി. IPC 354 മാനഹാനി വരുത്തൽ, അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ്. ഇയാൾക്കെതിരെ കണ്ണൂർ ജില്ലയിലും സമാന രീതിയിലുള്ള പരാതികളുണ്ട്. ഞാനാണ് നിന്നോട് പറഞ്ഞത്, നീ എന്നോട് തട്ടിക്കേറിയതാണ്, നീ എന്നോട് കൃത്യമായി തട്ടിക്കയറി അടാ പോടാ നീ വിളിച്ചുകൊണ്ട് നിന്നോട് ഞാൻ സമാധാനം പറഞ്ഞതാണ്. നീ റെക്കോർഡ് ചെയ്തത് നിങ്ങൾ വണ്ടിയുടെ കൊണ്ടോ വണ്ടിയുടെ കൊണ്ടക്കും വണ്ടി കൊണ്ടക്കൂല മദ്യവെച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിലാണ് സംസാരിക്കുന്നത്. അത് നീ അതിന്റെ തെളിവ് മദ്യവെച്ചു തെളിയിക്കേണ്ട കുറെ രേഖകൾ പോലീസ് സ്റ്റേഷനിൽ ആദ്യം. വീട്ടിൽ കയറി സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ഇയാൾക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടായേക്കും. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. പോലീസ് സേനയ്ക്ക് കളങ്കം വീട്ടുന്ന പ്രദീപന്മാരുണ്ടെങ്കിലും പോലീസിന്റെ ധീരമായ ഇടപെടലുകളെയും അവർക്ക് നേരെയുള്ള ആക്രമണങ്ങളെയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. കൊല്ലം കുണ്ട്രയിൽ പോലീസിന് നേരെ ഗുണ്ടാ സംഘത്തിന്റെ വടിവാൾ വീശിയുള്ള ഭീഷണി ഉണ്ടായി. അടൂർ റെസ്റ്റ് ഹൌസ് മർദ്ദനക്കേസിലെ പ്രതികളെ പിടിക്കാനെത്തിയപ്പോഴായിരുന്നു നാടകീയ സംഭവങ്ങൾ. കൊല്ലം കുണ്ടറയിലെ കരിക്കുഴിയിൽ ഇന്നലെ ഉണ്ടായത് സിനിമകളെ വെല്ലും വിധമുള്ള സംഭവമായിരുന്നു. 2 പ്രതികളെ തേടിയാണ് കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക പോലീസ് സംഘം കുണ്ടറയിലെത്തുന്നത്. കുണ്ടറയിലെ കരിക്കുഴിയിൽ കേസിലെ പ്രധാന പ്രതികളിൽ ഒരാൾ ഒളിവിലിരിക്കുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധനയ്ക്കായി അന്വേഷണ സംഘം എത്തിയത്. ഈ അന്വേഷണ സംഘത്തെ വിചിത്രമായ രീതിയിലാണ് ഈ പ്രതികൾ നേരിട്ടത്. അറസ്റ്റിലാകും, പിടിയിലാകും എന്ന് ഉറപ്പിച്ച നിമിഷം 2 പ്രതികളും കൂടി വടിവാളുമായി പോലീസിന് നേർക്ക് പാഞ്ഞെടുത്തു. ഒരു കാരണവശാലും പോലീസ് സംഘത്തിന് അവരെ പിടിയിലാക്കാൻ കഴിയുന്ന, അവരെ കീഴടക്കാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല ഈ പ്രതികളുടെ പെരുമാറ്റം. അടൂർ റെസ്റ്റ് ഹൌസ് മർദ്ദനക്കേസ് പ്രതികളായ ആന്റണിയും ലിയോയും കൊച്ചിയിൽ നിന്നെത്തിയ പോലീസ് സംഘത്തെ നേരിട്ടത് വടിവാളുകളുമായിട്ടായിരുന്നു. പോലീസ് സംഘം ഒരു നിമിഷം പകച്ചു നിന്നു. പ്രതികളെ പിടിക്കാൻ പ്രതികളുടെ തൊട്ടടുത്തെത്തിയ പോലീസ് സംഘത്തിന് നിസ്സഹായരാവേണ്ടി വന്നു. ഒടുവിൽ എങ്ങനെയും പ്രതികളെ കീഴ്പ്പെടുത്താൻ വേണ്ടി പോലീസ് വെടിവെക്കാൻ തുടങ്ങി. 4 റൗണ്ട് വെടിയുതിർത്തു. പക്ഷേ പ്രതികളെ പിടിക്കാൻ പോലീസിനായില്ല. തുടർന്ന് പ്രതികൾ 2 പേരും തൊട്ടടുത്ത കായലിലേക്ക് ചാടി നീന്തി കരപറ്റി രക്ഷപ്പെട്ടു. വടിവാൾ വീശുന്ന ഗുണ്ടാ സംഘം, വെടിവെക്കുന്ന പോലീസ്, ആർക്കൊക്കെ പരുക്കു പറ്റിയെന്നൊരു സംശയം സ്വാഭാവികമായും ഉയരാം. എന്നാൽ ഒരാൾക്കും പരുക്കു പറ്റിയിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. അതുമാത്രമല്ല, ഇവർ നേരത്തെ തന്നെ പല കേസിലും പ്രതികളായ ആളുകളാണ്. ഇവർക്കെതിരെ കാപ്പയടക്കം ചുമത്തി നേരത്തെ തന്നെ
കുണ്ട്ര പോലീസ് നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പറയുന്നുണ്ട്. പോലീസിനെ വടിവാൾ മുനയിൽ നിർത്തി രക്ഷപ്പെട്ട രണ്ട് പ്രതികൾക്കെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തു കഴിഞ്ഞു. അതേസമയം തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായ ലിബിൻ ലോറൻസിനെ പിടികൂടാൻ ഇന്ന് പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രതികൾ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ച യുവാവ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. രണ്ട് പ്രതികൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. ഒരു പ്രതിയെ ഇന്ന് പിടികൂടാനായി. ബാക്കി പ്രതികളെ കൂടി വരും ദിവസങ്ങളിൽ പിടികൂടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷാനോസ് ഡേവിഡ്, ന്യൂസ് 18, കൊല്ലം. പോലീസ് പെട്രോൾ ഇനി പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. സംസ്ഥാനത്തെ ഏക വനിതാ KSRTC ഡ്രൈവർക്ക് നേരെ യാത്രക്കാരന്റെ ആക്രമണമുണ്ടായ കേസ്. തൃശ്ശൂർ ചാലക്കുടിക്ക് സമീപമായിരുന്നു സംഭവം. കോതമംഗലം സ്വദേശിനി ഷീലയ്ക്കും കണ്ടക്ടർ സത്യനാരായണനുമാണ് യുവാവിന്റെ മർദ്ദനമേറ്റത്. ടിക്കറ്റ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. സംഭവത്തിന് പിന്നാലെ യാത്രക്കാർ ഈ യുവാവിനെ പിടികൂടി പോലീസിന് കൈമാറി. സംസ്ഥാനത്തെ ഏക വനിതാ KSRTC ഡ്രൈവർക്ക് നേരെയാണ് യാത്രക്കാരന്റെ ആക്രമണമുണ്ടായത്. ചാലക്കുടി സൗത്ത് മേൽപ്പാലത്തിന് സമീപമായിരുന്നു സംഭവം. പ്രതിയായ ആലപ്പുഴ കൈനഗരി രഞ്ജിത്തിനെ ജീവനക്കാരും യാത്രക്കാരും ചേർന്നാണ് പോലീസിൽ ഏൽപ്പിച്ചത്. പ്രതിയായ രഞ്ജിത്തിനോട് ടിക്കറ്റിന് പണം ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു കണ്ടക്ടറായ സത്യനാരായണന് മർദ്ദനമേറ്റത്. കണ്ടക്ടറുടെ തല കമ്പിയിലിടിക്കുകയും സീറ്റിനടിയിലേക്ക് കുനിച്ചു നിർത്തി ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. കണ്ടക്ടറോട് നീ എന്റെ മുഖത്ത് നോക്കി പൈസ ചോദിച്ചോടാന്ന് ചോദിച്ചേച്ച് സീറ്റിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ചായച്ചിങ്ങനെ നിർത്തിയിട്ട് സാറിന്റെ പുറത്തിനിട്ട് നല്ല ഇടി ഇടിക്കുക. അപ്പൊ ഞാൻ വേഗം തന്നെ വണ്ടി ഓഫ് ചെയ്തിട്ട് ഞാൻ ചെന്ന് അയാളുടെ കയ്യെ പിടിച്ച വഴി തന്നെ അയാൾ ഇവിടത്തിനിട്ട് ഇടിച്ച് കഴിഞ്ഞിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു സീറ്റിലേക്ക് ഇങ്ങനെ ഒറ്റ ഇടി ഇടിച്ച്, പിന്നെ ഷർട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചു വെച്ചിട്ട് ബട്ടൺസ് എല്ലാം പൊട്ടിപ്പോയി. കണ്ടക്ടറെ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ശ്രമിച്ച ഷീലയെ മുഖത്തടിച്ചു. ഷർട്ട് വലിച്ചു കീറി. ഷീലയുടെ കൈക്കും തലയ്ക്കും മർദ്ദനമേറ്റു. ഇത് കണ്ട് രണ്ട് യാത്രക്കാരാണ് രഞ്ജിത്തിനെ പിടിച്ചുമാറ്റിയത്. കോതമംഗലം കോട്ടപ്പാടി സ്വദേശി VP ഷീലയ്ക്കും പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി സത്യനാരായണനുമാണ് മർദ്ദനമേറ്റത്. പരുക്കേറ്റ കണ്ടക്ടറും ഡ്രൈവറും താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പോലീസ് സ്റ്റേഷനിലും പ്രകോപിതനായ പ്രതി മൂത്രവിസർജനം നടത്തി. KSRTC ജീവനക്കാർക്ക് നേരെയുള്ള അക്രമം ഒറ്റപ്പെട്ടതല്ല, നടപടിയാണ് ആവശ്യം. മലയാളി യുവാക്കൾ ജീവിതം കരുപിടിപ്പിക്കാൻ വിദേശ നാടുകളിലേക്ക് കടക്കുന്ന കാലമാണിപ്പോൾ. അതിനിടെ പോളണ്ടിൽ നിന്നും ഒരു മലയാളി യുവാവ് കൊല്ലപ്പെട്ട വാർത്ത വന്നു. പാലക്കാട് സ്വദേശി ഇബ്രാഹിമാണ് കൊല്ലപ്പെട്ടത്. കേസിൽ പോളണ്ട് സ്വദേശി എമിൽ അറസ്റ്റിലായി. ഇബ്രാഹിം താമസിച്ചിരുന്ന വീടിന്റെ ഉടമസ്ഥനാണ് കൊലയാളി. ബാംഗ്ലൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിരുന്ന പാലക്കാട് പുതുശ്ശേരി സ്വദേശി ഇബ്രാഹിം ഏറെ പ്രതീക്ഷയോടെയാണ് പോളണ്ടിലേക്ക് പോയത്. പോളണ്ടിലാണെങ്കിലും ദിവസേന 2-ലേറെ തവണ വീട്ടുകാരുമായി ഇബ്രാഹിം ബന്ധപ്പെട്ടിരുന്നു. ജനുവരി 23 രാത്രിയാണ് ഇബ്രാഹിം അവസാനമായി ഫോൺ വിളിച്ചത്. അതിനുശേഷം വീട്ടുകാരറിയുന്നത് ഇബ്രാഹിമിന്റെ കൊലപാതക വാർത്തയാണ്. 23-ാം തീയതി രാത്രിയൊക്കെ അവിടെ വിളിച്ചിട്ടുണ്ട്. 24-ാം തീയതി മോർണിംഗ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. മോർണിംഗ് അവരുടെ ഓൺലൈൻ പോർട്ടലിൽ 9:25 വരെയും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 9:23 എന്തോ അവിടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഇബ്രാഹിമിൻ്റെ ടീമിലുള്ള ഒരു ആള് ഒരു എന്തോ ഡൗട്ട് ചോദിച്ചിട്ടൊരു മെസ്സേജ് അയച്ചതിന് റിപ്ലൈ ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് മുതൽ ആള് മിസ്സിംഗ് ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്.
വീട്ടുടമസ്ഥനായിരുന്ന പോളണ്ട് സ്വദേശി എമിലിനോടൊപ്പമായിരുന്നു ഇബ്രാഹിം താമസിച്ചിരുന്നത്. ഇബ്രാഹിം നൽകുന്ന വീട്ടുവാടക മാത്രമായിരുന്നു എമിലിന്റെ വരുമാനം. അവിടുത്തെ താമസത്തിൽ ഇബ്രാഹിം ഒട്ടും തൃപ്തനായിരുന്നില്ല. തർക്കങ്ങളും പ്രശ്നങ്ങളൊന്നുമില്ല. ഇബ്രാഹിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഹൗസ് ഓണർ ജീവിച്ചിരുന്നത്. അയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല, വാടക കൊണ്ടും. പിന്നെ അയാൾക്ക് എന്തോ ഗാർഡനിലൊരു ചെറിയ അവിടെ താമസിക്കുന്ന അവിടുത്തെ ഗാർഡനിൽ എന്തോ ഒരു ചെറിയൊരു മെയിൻ്റനൻസ് വർക്ക് അതെന്തോ ആഴ്ചയിലൊന്നും എന്തോ പക്ഷേ ഉള്ളൂ. വേറെ വരുമാനമൊന്നും അയാൾക്കില്ല. പിന്നെ ഇബ്രാഹിം കുക്ക് ചെയ്യുന്ന ഫുഡ് ഇന്ത്യൻ ഫുഡ് സ്പൈസി ആണെന്നൊക്കെ പറഞ്ഞിട്ട് അത് ഇരുന്ന് കഴിക്കുന്ന ഒരു പരിപാടിയാണുള്ളത്. വേറെ അപ്പോൾ ഫുള്ളി ഇബ്രാഹിമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഇതിനിടെ മറ്റൊരു വീട് കണ്ടെത്താൻ ഇബ്രാഹിം ശ്രമം തുടങ്ങിയിരുന്നു. ഇതിലുള്ള അതൃപ്തിയാണോ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് വ്യക്തമല്ല. എന്തായാലും എമിൽ കുറ്റം സംഭവിച്ചതായി പോലീസ് പറയുന്നുണ്ട്. ഇബ്രാഹിമിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് വീട്ടുകാരും സുഹൃത്തുക്കളും. ഇത് മാത്രം പോരാ, ഇബ്രാഹിമിനെ കൊലപ്പെടുത്തിയ പ്രതിക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ സർക്കാരും ഇടപെടണം. ക്യാമറാമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. തൊടുപുഴ മുട്ടത്ത് വൃദ്ധനെ ലോഡ്ജിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. കേസിൽ അയൽവാസിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന കാര്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട്. തിരുവനന്തപുരം മാർത്താണ്ഡം സ്വദേശിയായ യേശുദാസിനെ കഴിഞ്ഞ 23-നാണ് ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടത്. ദുരൂഹമരണത്തിൽ കേസെടുത്ത അന്വേഷണം നടത്തിയ പോലീസ് മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട ലോഡ്ജിനോട് ചേർന്ന് താമസിക്കുന്ന ഉല്ലാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തി പരിശോധന നടത്തിയതിൽ തലയ്ക്ക് അകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്തിട്ടാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. രണ്ട് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. ഈ കിടക്കുന്ന മുറിയിൽ വിഷമിരിപ്പുണ്ടായിരുന്നു. പുള്ളി എന്നാലും ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം സംശയിച്ചത് പോയിസൺ എഫക്റ്റ് സംശയിച്ചായിരുന്നു. പക്ഷേ പോയിസൺ ഇല്ല എന്നാണ് പോസ്റ്റ്മോർട്ടത്തിൽ തെളിവായിട്ടുള്ളത്. തലക്കിലായിട്ടുള്ള വരുത്തങ്ങളാണ് മരണപ്പെട്ടിട്ടുള്ളത്. ഈ അടിപൊളിയിൽ വെച്ചാണ് വരുത്തം സംഭവിച്ചിട്ടുള്ളത്. 19-ാം തീയതി ഉല്ലാസ് ലോഡ്ജിലെത്തി യേശുദാസിനെ മർദ്ദിച്ചിരുന്നു. തലയിൽ രക്തം കട്ടപിടിച്ചതാണ് മരണത്തിന് ഇടയാക്കിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇതിനിടെ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്ന പരാതിയുമായി പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ NK ബിജു രംഗത്തെത്തി. ഈ മർദ്ദനമേറ്റ ആള് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പുറകിൽ ആഴത്തിലുള്ള മർദ്ദനമുണ്ട്. അതുപോലെ തന്നെ ശരീരത്താകമാനം അദ്ദേഹത്തിന് ശക്തമായ മർദ്ദനങ്ങളുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജനനേന്ദ്രിയം ചവിട്ടി നശിപ്പിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പരാതിയിന്മേൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. അറസ്റ്റിലായ ഉല്ലാസിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. സംശയത്തിന്റെ പേരിൽ ഭാര്യയെ കൊലപ്പെടുത്തുന്ന സംഭവം കേരളത്തിൽ ഒറ്റപ്പെട്ടതല്ല. എറണാകുളം കാലടിയിൽ നിന്നും സമാനമായൊരു വാർത്ത വന്നു. തമിഴ്നാട് സ്വദേശിനി രത്നവല്ലിയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് മഹേഷ് കുമാർ അറസ്റ്റിലായി. ഭാര്യയെ കാണാനില്ലെന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ ഭർത്താവിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. തമിഴ്നാട് സ്വദേശികളായ രത്നവല്ലിയും ഭർത്താവ് മഹേഷ് കുമാറും കാഞ്ഞൂരിൽ വർഷങ്ങളായി വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു. ഇന്നലെ രാത്രി ഒരു പരാതിയുമായി മഹേഷ് കുമാർ കാലടി പോലീസ് സ്റ്റേഷനിലെത്തി. തന്റെ ഭാര്യയെ കാണാനില്ലെന്നായിരുന്നു പരാതി. ഭാര്യയെ കാണാനില്ലെന്ന മഹേഷ് കുമാറിന്റെ പരാതി പോലീസ് സ്വീകരിച്ചു. വിശദമായി മൊഴിയെടുത്തതോടെ മൊഴിയിൽ ചില പൊരുത്തക്കേടുകൾ പ്രകടമായി. ഇതേ തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് കാലടി കാഞ്ഞൂരിലെ വീട്ടിലേക്ക് ഇയാളുമായി പോലീസ് പോയി.
വീട്ടിലെത്തി പരിശോധന നടത്തിയെങ്കിലും പോലീസിന് രത്നവല്ലിയെ കണ്ടെത്താനായില്ല. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യൽ കൂടുതൽ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിച്ചു. തുടർന്നാണ് തൊട്ടടുത്തുള്ള ജാതിത്തോട്ടത്തിൽ പോലീസ് പരിശോധന നടത്തിയത്. ആളൊഴിഞ്ഞ തോട്ടത്തിൽ നിന്നും രത്നവല്ലിയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തി. കഴുത്ത് ഞെരിച്ച് താരാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. തമിഴ്നാട് സ്വദേശിയായ സുഹൃത്തു കൂടിയായ മുത്തുവുമായി ഭാര്യ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നതായി ഇയാൾ സംശയിച്ചിരുന്നു. ഇതേ ചൊല്ലി പലവട്ടം വീട്ടിൽ തർക്കങ്ങളുണ്ടായി. ഇന്നലെയും പതിവ് പോലെ തർക്കമുണ്ടായി. തുടർന്നാണ് കൊലപാതകത്തിലേക്ക് നയിച്ച സംഭവങ്ങളുണ്ടായത്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം പോലീസിൽ പരാതി നൽകി തന്ത്രപൂർവ്വം നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. കൊലപാതകത്തിൽ മഹേഷ് കുമാറിനെ സഹായിച്ച സുഹൃത്തും പോലീസിന്റെ കസ്റ്റഡിയിലായിട്ടുണ്ട്. സംശയത്തിനപ്പുറം മറ്റു കാരണങ്ങൾ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരുന്നു. കൊച്ചിയിൽ നിന്നും MS അനീഷ് കുമാർ, ന്യൂസ് 18. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ വൈദ്യപരിശോധനയ്ക്കിടെ പോലീസുകാരെ ആക്രമിച്ച് രക്ഷപ്പെട്ട പോക്സോ കേസ് പ്രതി പിടിയിലായി. ആദിവാസി ബാലികയെ പീഡിപ്പിച്ച കേസിലെ പ്രതി ജൈസലാണ് പിടിയിലായത്. പൂക്കോട്ടും പാടത്തു നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ആദിവാസി ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് പട്ടാമ്പി ജയ്സൽ. ഇയാളെ കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് പൂക്കോട്ടുപാടം പോലീസ് പിടികൂടിയത്. രാത്രി 1:30 നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ഇയാളെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുചെന്നു. വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഉടൻ കയ്യിലെ വിലങ്ങ് വീണ്ടും പൂട്ടുന്നതിന് വേണ്ടി പിടിക്കുന്ന സമയത്താണ് ഇയാൾ പോലീസുകാരെ തള്ളിമറിച്ചിട്ട് ആക്രമിച്ച് സമീപത്തുള്ള വനപ്രദേശത്തിലേക്ക് ഓടി രക്ഷപ്പെട്ടത്. അപ്പോൾ മുതൽ പോലീസ് ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു, തെരച്ചിലായിരുന്നു. ഇയാളുടെ അടുത്തുള്ള ഇയാളുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും എല്ലാം ഈ സമയം കൊണ്ട് തന്നെ പോലീസ് നിരീക്ഷണത്തിലാക്കിയിരുന്നു. പോലീസിനെ സംബന്ധിച്ച് ജയ്സൽ കീഴടങ്ങിയത് വലിയ ആശ്വാസമാണ്. കാരണം ജയ്സൽ ഒരു പോക്സോ കേസിൽ പ്രതി മാത്രമല്ല, മുൻപും ഒരുപാട് ക്രൈം റെക്കോർഡുകൾ ഉള്ള ഒരു പ്രതിയാണ്. കഞ്ചാവ് കേസും അതുപോലെ തന്നെ വധശ്രമ കേസും ഒക്കെ ജയ്സലിനെതിരെ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾ പുറത്താവുന്നത്, പ്രത്യേകിച്ച് പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് പോലീസിന് നൽകുന്ന സമ്മർദ്ദം ചെറുതായിരുന്നില്ല. എന്നാലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജയ്സൽ കീഴടങ്ങിയത്, ജയ്സലിനെ വീണ്ടും കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത് പോലീസിനെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. ഈ പോക്സോ കേസിലെ നടപടികളും ഒപ്പം തന്നെ ഈ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ നടപടികളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയ്സൽ ഇപ്പോൾ റിമാൻഡിലാണ്. ഇന്ന് ഉച്ചയോടെയാണ് ജയ്സൽ വീണ്ടും പോലീസിന്റെ വലയിലാകുന്നത്. ജയ്സൽ പൂക്കോട്ടുപാടം പോലീസിൽ കീഴടങ്ങുകയായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെ രാത്രി വനപ്രദേശത്തേക്ക് ഓടി രക്ഷപ്പെട്ട ജയ്സലിന് വനത്തിൽ വെച്ച് ഷോക്കേറ്റിരുന്നു. ഇയാൾ പോകുന്നതിനിടെ ഒരു ബൈക്കും അടുത്ത ഒരു വീട്ടിൽ നിന്നൊരു ചെരുപ്പും മോഷ്ടിച്ചിരുന്നു. ഇങ്ങനെ താൻ വലയിലാണ്, അല്ലെങ്കിൽ തന്റെ ഒപ്പമുള്ളവരൊക്കെ നിരീക്ഷണത്തിലാണെന്ന് മനസ്സിലാക്കിയ ജയ്സൽ പോലീസിൽ കീഴടങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഷോക്കേൽക്കുകയും മറ്റ് ശാരീരിക അവശതകളൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ദൂരത്തേക്ക് ജയ്സലിന് പോകാൻ സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ജയ്സൽ പൂക്കോട്ടുപാടം പോലീസിൽ തന്നെ കീഴടങ്ങിയതെന്നാണ് അറിയാനാകുന്നത്. പോക്സോ കേസിൽ കോടതി ശിക്ഷ വിധിച്ചതിന് പിന്നാലെ കോടതി സമുച്ചയത്തിൽ നിന്നും ചാടി പ്രതിയുടെ ആത്മഹത്യാ ശ്രമം. തിരൂർ പോക്സോ കോടതിയിലാണ് സംഭവം. പ്രതിയെ കീഴ്പ്പെടുത്തി പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു. കോട്ടക്കൽ സ്വദേശി ജബ്ബാറാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. കോട്ടക്കൽ പോലീസ് 2016 രജിസ്റ്റർ ചെയ്ത ലൈംഗിക പീഡന കേസിലെ പ്രതിയായ ജബ്ബാറിനെ
കോടതി 17 വർഷത്തെ തടവിന് ശിക്ഷിച്ചതിന് പിന്നാലെയാണ് സംഭവം. വിധി പ്രസ്താവിച്ചതിനു പിന്നാലെ കോടതിയിലുള്ളവരെ വെട്ടിച്ച് പുറത്തു കടന്ന ഇയാൾ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. മൂന്ന് നില കെട്ടിടത്തിന്റെ 1-ാം നിലയിലാണ് കോടതി പ്രവർത്തിക്കുന്നത്. കോടതിയിലുള്ളവരെ അമ്പരപ്പിച്ചുകൊണ്ട് വളരെ പെട്ടെന്നായിരുന്നു ജബ്ബാർ പുറത്തെത്തിയത്. പിടിക്കാൻ പോലീസ് എത്തുമ്പോഴേക്കും താഴേക്ക് ചാടി. പോലീസ് ഇയാളെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ജബ്ബാറിന് തലയിൽ ഉൾപ്പെടെ പരിക്കുണ്ട്. ന്യൂസ് 18 മലപ്പുറം. വർക്കലയിൽ അനുമതിയില്ലാതെ DJ പാർട്ടിയും മദ്യസൽക്കാരവും നടത്തിവന്ന റിസോർട്ടിൽ പോലീസിന്റെ മിന്നൽ പരിശോധന. അനധികൃതമായി സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യമടക്കം പിടികൂടി. നഗരസഭയുടെ അനുമതിയില്ലാതെയാണ് റിസോർട്ട് പ്രവർത്തിച്ചിരുന്നത്. വർക്കല നോർത്ത് ക്ലബിൽ പ്രവർത്തിക്കുന്ന സൺ ഫ്രാൻസിസ്കോ എന്ന റിസോർട്ടിലാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി മിന്നൽ പരിശോധന നടന്നത്. അനധികൃത DJ പാർട്ടി 500 രൂപ നിരക്കിൽ ടിക്കറ്റ് വെച്ചാണ് ഇവിടെ നടത്തിയിരുന്നത്. കൂടാതെ അനധികൃതമായി മദ്യം വിളമ്പിയുള്ള ആഘോഷ പരിപാടികൾ ഇവിടെ സ്ഥിരമായി നടക്കുന്നതായും പരാതി ഉയർന്നിരുന്നു. 40 കുപ്പി ബിയർ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന വിദേശ മദ്യശേഖരം ഇവ റെയ്ഡിൽ പിടികൂടി. ഹിമാചൽ പ്രദേശ് സ്വദേശി ധരംചന്ദ്, പൂവച്ചൽ സ്വദേശി ഷിജിൻ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വർക്കല നഗരസഭ പൊളിച്ചുമാറ്റാൻ നോട്ടീസ് നൽകിയ റിസോർട്ടാണിത്. നോട്ടീസ് കൈപ്പറ്റിയെങ്കിലും റിസോർട്ട് പൊളിച്ചുമാറ്റാൻ ഉടമസ്ഥർ തയ്യാറായില്ല. സ്ഥാപനത്തിന്റെ ഉടമയായ വിദേശ വനിത കുറെ നാളായി സ്ഥലത്തില്ല. ഇവർക്ക് ഇവിടെ നടക്കുന്ന അനധികൃത പ്രവൃത്തികൾ അറിവുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വർക്കല SHO. ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പേര് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അപ്പോൾ ഇത് ടൂറിസത്തിൻ്റെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് പോലീസ് വിശദമായ കാര്യത്തെപ്പറ്റി പരിശോധിക്കുന്നുണ്ട്. ഇതിനെ സംബന്ധിച്ച് മുനിസിപ്പാലിറ്റിയിലും ഉള്ള റിപ്പോർട്ടുകൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 2 പേരാണ് ഉള്ളത്. ബാക്കി ഇതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം കൂടുതലായിട്ട് നടത്തുന്നതാണ്. നഗരസഭയുടെ അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടായതിനാൽ തുടർ നടപടികൾ നഗരസഭയുമായി ആലോചിച്ച ശേഷമാവും കൈക്കൊള്ളുക. ന്യൂസ് 18 വർക്കല. മലപ്പുറം വളാഞ്ചേരി CA ഓഫീസ് പരിസരത്ത് നിന്നും തൊണ്ടിവാഹനം മോഷ്ടിച്ച കേസിൽ 2 പേർ കൂടി പിടിയിലായി. കേസിൽ പ്രായപൂർത്തിയാകാത്ത ആളടക്കം 4 പേരാണ് പ്രതികൾ. നേരത്തെ 2 പേർ പോലീസിന്റെ പിടിയിലായിരുന്നു. അനധികൃതമായി മണൽ കടത്തിയതിനെ തുടർന്ന് പിടികൂടിയ വാഹനമാണ് ഈ മാസം 14-ന് മോഷ്ടിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയത്. കേസിലെ 3-ാം പ്രതി കാടാമ്പുഴ തൂവപ്പാറ സ്വദേശി മുഹമ്മദ് സലീമാണ് ആദ്യം പിടിയിലായത്. 1ഉം 2ഉം പ്രതികളും പിന്നീട് പിടിയിലായി. 1-ാം പ്രതി കൽപ്പകഞ്ചേരി സ്വദേശി മുസ്താഖ് റഹ്മാൻ കഴിഞ്ഞ ദിവസം രാത്രി പോലീസിനെ കണ്ട ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ പറമ്പിലെ കിണറ്റിൽ വീണു. തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷപ്പെടുത്തി പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ഇതിലെ 1-ാം പ്രതിയായിട്ടുള്ള ഈ മുസ്താഖ് റഹ്മാന് 4ഓളം മണൽ കേസുണ്ട്. കൽപ്പകഞ്ചേരി സ്റ്റേഷൻ പരിധിയിൽ 2 കേസും കാടാമ്പുഴയും തിരൂരൊക്കെ ആയിട്ട് മണൽ കേസുകളിലാണ്. വേറെ 1-2 സമോട്ട കേസ് മറ്റു കേസുകളും ഉള്ള ആളാണ്. അപ്പോൾ ഈ മണൽ വണ്ടികൾ കുറേ വണ്ടികൾ പിടിച്ചിട്ടതിൻ്റെ ഇടയ്ക്ക് അവരുടെ വണ്ടി മോഷ്ടിച്ചാൽ അറിയില്ല എന്നുള്ള വിശ്വാസത്തിൽ അവരവിടെ മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നാണ് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുള്ളത്. പ്രതികളിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളായതിനാൽ ജുവനൈൽ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. കേസിൽ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ന്യൂസ് 18 മലപ്പുറം. തൃശൂർ ഇരിങ്ങാലക്കുട പുല്ലൂരിൽ വീടും കടയും കുത്തിത്തുറന്ന് മോഷണ ശ്രമം. പുല്ലൂർ സ്വദേശി രവീന്ദ്രന്റെ വീട്ടിലാണ് മോഷണ ശ്രമം ഉണ്ടായത്. ആകെ കടയിലുണ്ടായിരുന്ന കുറച്ച് പണം മാത്രമാണ് നഷ്ടമായത്.
പുല്ലൂർ സഹകരണ ബാങ്കിന് എതിർവശത്തുള്ള പള്ളത്ത് രവീന്ദ്രന്റെ വീടും കടയും കുത്തിത്തുറന്നാണ് മോഷണ ശ്രമം. വീടിനോട് ചേർന്ന് തന്നെയാണ് ക്രൗൺ ഇലക്ട്രിക്കൽസ് എന്ന സ്ഥാപനം പ്രവർത്തിച്ചിരുന്നത്. മകളുടെ കുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ ആയിരുന്നതിനാൽ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്താണ് മോഷണ ശ്രമം. വീടിന്റെ മുൻവശത്തെ വാതിൽ പിക്കാസ് പോലുള്ള ആയുധം ഉപയോഗിച്ച് പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കയറിയിരിക്കുന്നത്. വീട്ടിലെയും കടയിലെയും സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലാണ്. ലോക്കർ പൊളിക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിലും സാധിച്ചിട്ടില്ല. കടയിലുണ്ടായിരുന്ന കുറച്ച് പണം മാത്രമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇരിഞ്ഞാലക്കുട പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും പീഡനങ്ങളും ഓരോ ദിവസവും വർദ്ധിക്കുകയാണ്. സ്ത്രീ സുരക്ഷ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ, ശക്തമായ നടപടി വേണം. ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.